ജസ്റ്റിസുമായി കണക്ട് ആയിട്ട് ഏകദേശം ഏകദേശം 1.5 വർഷം ആകാറായി. എനിക്ക് പറയാനുള്ളത് ഷാജി സാറൊക്കെ നിരന്തരം മറ്റ് ലീഡേഴ്സുകൾ എല്ലാവരും പറയുന്നത് പോലെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഈ ഇത്രയും മാസത്തിനിടയിൽ കമ്പനി തരുന്ന ആദ്യത്തെ പിന്ന് കരസ്ഥമാക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടൊന്നുമല്ല. കാരണം ഇത്രയും മാസം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ലീഡേഴ്സിനൊക്കെ അത് മനസ്സിലായി കാണും. ഇത്രയും മാസം എടുത്ത ഒരു ബ്രോൺസ് കരസ്ഥമാക്കണമെങ്കിൽ ഇത്രയും മാസത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും എന്നോടൊപ്പം നിന്ന് എന്റെ കൂടെ നിന്ന എന്റെ ലീഡേഴ്സിന് അതുപോലെ എന്റെ ടീമിന് എല്ലാം ആദ്യമായി നന്ദി പറയുകയാണ്. എന്റെ ഇത്രയും മാസം ഈ ബ്രോൺസ് ആവാൻ ഇത്രയും മാസം എടുത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീം ബിൽഡിങ്ങിന്റെ ഒരു പ്രശ്നം. ടീം സ്ട്രോങ് ആയിരുന്നില്ല. ടീമിലെ ആൾക്കാർ പിന്നെ ഇപ്പോ തന്നെ നോക്കിയാൽ മനസ്സിലാവും. മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ തന്നെ വളരെ 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 പരിമിതം. ഒരു 1-2 മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്താൽ തന്നെ അടുത്ത മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ അവർ തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലായില്ല. നിരന്തരമായ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ, ബിസിനസിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയില്ല. നമ്മുടെ ലീഡേഴ്സ് നിരന്തരം പറയുന്നതാണ്. അതുകൊണ്ട് മാക്സിമം മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രം നമ്മുടെ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് ഞാൻ പൂർണ്ണ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ ടീമിലെ മെമ്പേഴ്സോട് എല്ലാവരോടും നിരന്തരം പറയുന്നതാണ്. അവർക്ക് ഗ്രൂപ്പിൽ അതിൽ ലിങ്ക് ഉണ്ടെങ്കിൽ പോലും പേഴ്സണലായിട്ട് ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. എന്നാലും ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. അവർക്ക് ഫോണിലൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥന നടത്താറുണ്ട്. എന്നാൽ പോലും പല ദിവസങ്ങളിലും ഒരാൾ പോലും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴടുത്ത കാലത്തായിട്ട് വളരെ ചുരുക്കം പേര് 1-2 ദിവസം ഉണ്ടാവും, പിന്നെ അടുത്ത ദിവസം ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഇനി അങ്ങോട്ട് ഈ ഒരു പിന്നെ എനിക്ക് ഒരു ബ്രോൺസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രാധാന്യം എല്ലാവരോടും മനസ്സിലാക്കിയാൽ കുറച്ചു പേരെങ്കിലും ബിസിനസിനെ സീരിയസ് ആയിട്ട് കാണും എന്ന് തന്നെയാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ കാരണം, ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനമാർഗം ഇത് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് തീർച്ചയായും ഓരോ ദിവസം കഴിയുന്നതോറും അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെസ്റ്റേജ് എന്ന ഒരു ഓപ്പർച്യൂണിറ്റി രജനി മാഡം ഇതിലൂടെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞത്. എന്റെ അപ്ലൈൻ രജനി മാഡമാണ്. അവരിലൂടെ പരിചയപ്പെടാൻ വേണ്ടി കഴിഞ്ഞത്. അതിനു മുമ്പേ തന്നെ മറ്റു പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിലും ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മാറ്റിവെച്ചുകൊണ്ട് ആയിരിക്കണം എന്തെങ്കിലും ഒന്ന് ചെയ്യാനെടുക്കൽ. പക്ഷെ വെസ്റ്റേജ് എന്ന ബിസിനസ് അതിൽ നിന്നെല്ലാം തീർത്ത് വ്യത്യസ്തമാണ്. നമുക്ക് നമ്മുടെ തൊഴിൽ ചെയ്യാം. ബാക്കിയുള്ള സമയത്ത് ഇതുപോലെയുള്ള സമയങ്ങളിലാണ് പിന്നെ കൂടുതൽ നമ്മുടെ വെസ്റ്റേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് 2 കൈ നീട്ടി ഞാൻ വെസ്റ്റേജിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്, എന്റെ ഫാമിലി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ ലീഡേഴ്സ് എല്ലാം, എല്ലാ ലീഡേഴ്സും മീറ്റിങ്ങിൽ പറയുന്നത്. നമ്മുടെ തൊഴിൽ നമ്മൾ പിന്നെ മാറ്റി വെക്കണ്ട. നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എല്ലാ ദിവസവും പല സമയങ്ങളിലായി മീറ്റിംഗ് ഉണ്ട്. നമ്മൾക്ക് ഏത് സമയമാണ് നമുക്ക് സൗകര്യം, ആ സമയം നമ്മൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ
അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾക്ക് പിന്നെ വെസ്റ്റീജിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെസ്റ്റീജിൽ ഉറച്ചു നിന്നത്. ഏറ്റവും ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുകയുണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനുണ്ടായ വിശ്വാസമാണ് കൂടുതൽ വെസ്റ്റീജിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഷാജി സാറ് ഇപ്പോ സൂചിപ്പിച്ച കാര്യം, ആദ്യമൊക്കെ സിഇഒ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് കിലോമീറ്റർ ദൂരെ പോയി കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ തലശ്ശേരിയിലോ പോയിട്ടായിരുന്നു സിഇഒ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോ ഇപ്പൊ ജനുവരി മാസം മുതൽ നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശത്ത് തന്നെ, കണ്ണപുരത്ത് തന്നെ സിഇഒ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടീം മെമ്പേഴ്സിനെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാതെ തന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയുമാണ്, ആ ശനിയാഴ്ച ദിവസം നമ്മൾക്ക് ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് വ്യത്യസ്തമായി കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, നമ്മൾ ബിസിനസ്സിനെ കുറച്ച് സ്പീഡാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ണപുരത്ത് സിഇഒ സ്റ്റാർട്ട് ചെയ്തതിന്റെ ഗുണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു മാർച്ച് മാസം നമ്മൾക്ക് കമ്പനി PV ഓഫർ തന്നിട്ട് അതിൽ കൂടി ആണെങ്കിൽ പോലും ഒരു ബ്രോൺസ് എന്ന പദവിയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ 5500 PV ആയിട്ട് മാസങ്ങൾ 2-3 മാസങ്ങളായി. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യം ഈ ഒരു മാർച്ച് മാസം കമ്പനി ഒരു PV ഓഫർ തന്നതുകൊണ്ട് തന്നെയാണ്. അത് PV ഓഫർ തന്നത് അത്ര ഈസി ആയിട്ടൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. വിനോദ് സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ, നിരന്തരമായ എന്താ പറയുന്നത്, അദ്ദേഹം നിരന്തരമായി എന്നെ പിന്നെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു മെന്റർ ഗ്രേറ്റ് ലീഡർ എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാർച്ച് മാസം അവസാനിക്കുന്ന തൊട്ട് മുമ്പ് തന്നെ അവസാന ടൈമിലാണ് ഈ ഒരു ബ്രോൺസിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. ഷാജി സാറ് പലപ്പോഴും പറയാറുണ്ട്, ഓരോ ആളും അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവസാന സമയത്ത് ഷട്ടർ പൊന്തിച്ച് ബില്ലടിച്ചിട്ട് ഓരോ അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ സമയമാണ് ബ്രോൺസിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്. ഫിസിക്കലായിട്ട് ഓരോ മീറ്റിങ്ങിലും എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് വിനോദ് സാർ, അതുപോലെ മനോജ് സാർ, നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡേഴ്സ് ഷാജി സാർ, അതുപോലെ ഭാസ്കരൻ സാർ, ബാലസുബ്രഹ്മണ്യൻ സാർ തുടങ്ങി ജ്യോതിഷ് സാർ വരെയുള്ള നമ്മുടെ ലീഡേഴ്സ്, എല്ലാ ലീഡേഴ്സും ഇതിലെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ച കാര്യങ്ങളല്ല, ഞാൻ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ എഴുതി തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറഞ്ഞത്. തൽക്കാലം ഇത്രയും ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു രാജേട്ടാ. രാജേട്ടനെ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൽ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്. അദ്ദേഹം 1 വർഷമായി ബിസിനസ്സിൽ വന്നെങ്കിൽ പോലും ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വീട്ടിനടുത്ത് കണ്ണവരം അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ കണ്ണവരം സിഇഒ നടക്കുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അവിടെ ആൾക്കാരെ എത്തിക്കാനും സാധിക്കുന്ന ഒരു ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആദ്യം ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയമായപ്പോയത്. ഇതിലൊരു 2 മാസം കൊണ്ട് നമുക്ക് ബ്രോൺ സെലക്ടർ ആവാൻ പറ്റും. കുറച്ച് വൈകിപ്പോയെങ്കിലും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു മൊമെൻറ്റം 1 വർഷം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും 1 വർഷത്തിലും 3 വർഷത്തിലും ആവാത്ത ആൾക്കാരുണ്ട് കേട്ടോ.
ഒരു വർഷമൊന്നും ലേറ്റ് ഒന്നല്ല. കാരണം ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ തീരുമാനം എടുത്ത് വരാൻ ഏകദേശം 5-6 മാസം കഴിയും. നമ്മളിലൊരു വിശ്വാസം വരാൻ 5-6 മാസം കഴിയും. കാരണം ഇതിൽ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അത് എന്തുകൊണ്ടാണ് വൈകിപ്പോന്ന് വെച്ചാൽ, ആദ്യത്തെ 1-2 മാസം നിങ്ങളുടെ അപ്ലൈൻ്റെ നിർബന്ധത്തിലായിരിക്കും നമ്മൾ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക, എല്ലാം ആദ്യത്തെ 3 മാസം ആരുടെയും നിർബന്ധത്തിലായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോകുന്നത്. ആദ്യമേ തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ പെട്ടെന്ന് വളർന്നു പോകുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അവരെ കാണാനുണ്ടാവും. വൈകി കിട്ടുന്ന അതിന് കുറച്ച് മാധുര്യം കൂടെ നിറഞ്ഞിട്ടില്ലേ അല്ലേ? ഈ വൈകി വന്ന മാധുര്യത്തെ നമുക്ക് ഈ ഒരു വർഷം 2025 അവസാനിക്കുന്ന സമയത്ത് രാജേഷ് ഏട്ടന് നല്ലൊരു ലെവൽ അച്ചീവ് ചെയ്യാനും നല്ലൊരു വരുമാനം വാങ്ങിക്കാനും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീമിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും ചാറ്റ് ബോക്സിലൂടെ രാജേഷ് ഏട്ടനെ അതിൻ്റെ കൺഗ്രാജുലേഷൻ അറിയിക്കാനുണ്ടാവും. എല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ അടുത്ത ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി, കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം സ്കൂൾ അടച്ച സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ വന്ന ഒരു അധ്യാപികയാണ്. 2 മാസത്തെ സ്കൂൾ അവധി സമയത്ത് എല്ലാവരും ഫാമിലിയോടൊപ്പം കറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് ഈ ഒരു നമ്മുടെ ടീമിലേക്ക് വന്നുകൊണ്ട് ആ 2 മാസം എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ പഠിച്ച് വളരാം, ഇതിൽ എന്തൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അതൊക്കെ മാക്സിമം 2 മാസം പഠിച്ചു കൊടുത്തുകൊണ്ട് നല്ലൊരു ലീഡറായി മാറിയ ഷംന ടീച്ചർ ഈ ഒരൊറ്റ വർഷം കൊണ്ട് സിൽവർ ഡയറക്ടർ ട്രാവൽ ഫണ്ട് അച്ചീവറായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലീഡറാണ്. അതുമാത്രമല്ല അവരുടെ ഫ്രണ്ട്സൊക്കെ ഈ ബിസിനസ്സിൽ വലിയ ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ പരിചയമുള്ളതാണ്. ഈ ബിസിനസ്സിലൂടെ നല്ലൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അറിയാം. എന്നോട് പറഞ്ഞത് ഞാൻ 2 വർഷം കഴിയുമ്പോൾ സ്കൂൾ ജോലി മതിയാക്കിയിട്ട് വെസ്റ്റേജ് ഫുൾ ടൈം ചെയ്യുന്ന പറഞ്ഞത്. 1 വർഷമേ ആയിട്ടുള്ളൂ. എനിവേ ഞാൻ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ വേണ്ടി ഷംന ടീച്ചർ ഇൻവൈറ്റ് ചെയ്യാണ്. മലപ്പുറം വേങ്ങര സ്കൂൾ അധ്യാപിക ഷംന ടീച്ചറെ പ്ലീസ് വെൽക്കം. ഒറ്റ സെക്കൻഡ് എന്നോടാക്കി തരാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ വെസ്റ്റീജൻസിനോടും ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷംന, ഫ്രം മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. പ്രൊഫഷൻ ബൈ ടീച്ചിങ്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു ബിസിനസ്സുമായിട്ട് ഞാൻ കണക്ട് ആയിട്ടുള്ളത്. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. 1 വർഷമായി. മാർച്ച് 28 വരുമ്പോ ഞാൻ ഈ വെസ്റ്റീജിൽ ഐഡിയ അടിച്ചിട്ട് 1 വർഷമായി. ഇന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ സിൽവർ ഡയറക്ടർ എന്ന പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ സാമ്പത്തിക സാധ്യതകളെ ഞാൻ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആവുമ്പോൾ നമുക്ക് പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇതിൽ വിജയിക്കാൻ പറ്റുമോ, ഇതെന്തെങ്കിലും തരികിടയാണോ എന്നൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ ആദ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ആ ഒരു ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ സ്വയം ശ്രമിച്ചാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിലേക്ക് കണക്ട് ആയി ഇതിന്റെ സാമ്പത്തിക സാധ്യതകളെ തിരിച്ചറിഞ്ഞു. ശേഷം ഞാൻ ഇതിലെ പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങി ഉപയോഗിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ഒരു സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ നിങ്ങളെക്കാൾ ഏറെ വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങളാണ് എനിക്കുള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരുപാട് എന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ 4 മാക്സിലോ ഫേഷ്യൽ സർജറി കഴിഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ 18 വയസ്സിന് ശേഷമാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രൊഫഷൻ ഫീൽഡിലാണെങ്കിലും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇത് മുഖത്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പൊടി തട്ടാൻ പാടില്ല, പുക തട്ടാൻ പാടില്ല, പുറത്ത് ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ വീട്ടുകാരെന്നെ കൊണ്ടു നടന്നത് ഒരു കോഴിമുട്ട എങ്ങനെ കൊണ്ടു നടക്കുക അതുപോലെയാണ് കൊണ്ടു നടന്നിട്ടുള്ളത്. അപ്പം അതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ ഒരു പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങി ഉപയോഗിച്ചു. ഇനിയിപ്പം അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വാങ്ങി ഉപയോഗിച്ചത് അമ്ലയും പഞ്ചതുളസിയാണ്. എനിക്കുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ശ്വാസമുട്ട് പോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ ഈ പൊടിയും പുകയും ഒക്കെ തട്ടുമ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൽ എനിക്ക് മാറ്റം കിട്ടി. പിന്നെയും വീണ്ടും ഒരുപാട് പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊക്കെ അന്നത്തെ ഞാൻ ഈ ഒരു വെസ്റ്റീജിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള എൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് ഇതിൽ വന്നതിന് ശേഷം ഞാൻ ഈ നമ്മുടെ വെസ്റ്റീജിന്റെ ഓരോ പ്രോഡക്റ്റുകളിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം അത്രയ്ക്കും റിസൾട്ടാണ് എനിക്ക് ഈ ഒരു ഓരോ പ്രോഡക്റ്റിലും എനിക്ക് കിട്ടിയിട്ടുള്ളത്.
പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത്, നിങ്ങളൊക്കെ വരുമ്പോൾ തന്നെ വാങ്ങിയിട്ടുണ്ടാവുമല്ലേ, പക്ഷേ ഞാൻ സപ്ലിമെന്റുകൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. എന്നെ ഉപയോഗിക്കാൻ ആരും സമ്മതിച്ചിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ് ആരും ഉപയോഗിക്കാൻ സമ്മതിക്കാതിരുന്നത്. ശേഷം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങി ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ചെറുതല്ല, ഒരുപാട് വലുത് തന്നെയാണ്. ഞാൻ വർഷത്തിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ 3 മാക്സിലോ ഫേഷ്യൽ സർജറി കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഒരു 5-6 മാസം കൂടുമ്പോൾ, ചുരുങ്ങിയത് എന്തെങ്കിലും 2 മാസം കൂടുമ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് ഞാൻ ഈ വെസ്റ്റീജ് ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ പോയിട്ടില്ല. എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി. അതിലൊക്കെ ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മളെ ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ഈ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കുന്ന. പലരും ഇന്ന് നമ്മുടെ പ്രോഡക്റ്റുകളെ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കുക. കാരണം അത്രത്തോളം റിസൾട്ടുകൾ നമുക്ക് തരുന്ന പ്രോഡക്റ്റുകളാണ് ഇത്. മറ്റുള്ളവരോട് നമ്മൾ പെട്ടെന്ന് പോയി പറയുമ്പം അവർക്ക് നമ്മളെ പിന്തിരിപ്പിക്കാൻ, നമ്മളെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് മാറ്റി നിർത്താൻ ഓരോ വ്യക്തികൾക്കും സാധിക്കും. എന്നാൽ നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ഈ പ്രോബ്ലംസ് മാറ്റിത്തരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. അപ്പൊ ഇത്രയ്ക്കും നമുക്ക് കോൺഫിഡന്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്തും വെൽത്തും നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ ഒരു ബിസിനസ് ഇത്രയും ആവേശത്തോടെ ഞാൻ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ മലപ്പുറം സ്വദേശിയാണ്. ഇന്ന് മലപ്പുറത്ത് എൻ്റെ ഫ്രണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, റൈഹാനത്ത് മാഡം. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും റൈഹാനത്ത് മാഡത്തിന്റെ ഫ്രണ്ട് ആയിട്ട് എന്തുകൊണ്ടാണ് ഈ ഓർഗനൈസേഷനിൽ വന്നു പെട്ടത് എന്നല്ലേ. ഞാനൊരു പിന്നെ BSc MLT ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു, പത്തോളജി ടെക്നീഷ്യൻ ആയിരുന്നു. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഈ റൈഹാനത്ത് മാം ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. അവിടെ ലാബിൽ ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്നത്തെ ആ ഒരു കണ്ടിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പരിചയമാണ്. പിന്നെ ഞങ്ങളെ പിരിച്ചത് കല്യാണം കഴിഞ്ഞ് അവരവരെ വഴിക്കും പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. പിന്നെ ഒരുപാട് വർഷം ഞങ്ങൾ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് ആ വ്യക്തി എത്രത്തോളം ഈ ഒരു ബിസിനസ്സിലൂടെ വളർന്നു എന്നത് എനിക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ കമ്മ്യൂണിക്കേഷനായി. ഞങ്ങളുടെ ആ ഒരു സൗഹൃദം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ എനിക്ക് എന്താ പറയാ, ഷാജി സാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആ ഭാഗത്തുനിന്നും എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പം അവരുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മലപ്പുറം ജില്ലയിലെ വലിയൊരു ടീംസിനെ തന്നെ അവര് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അവർക്ക് ഇന്ന് ഫിസിക്കലായിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ടീമിലുള്ള എല്ലാവരും ഇന്ന് നല്ലൊരു പവർഫുൾ ലീഡേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു WPV വന്നപ്പോൾ തന്നെ എത്രമാത്രം UCD വരെ ആ ഒരു ടീമിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാ. സിൽവർ ആയിട്ടും ഗോൾഡ് ആയിട്ടും ഡയമണ്ട് ആയിട്ടും 8, 12 അങ്ങനെ UCD വരെ ആ ഒരു ടീമിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം അവര് എടുത്ത എഫേർട്ടാണ്. അവരെ ഈ ഒരു കൊറോണ സമയത്താണ് നമ്മുടെ റൈഹാനത്ത് മാം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ആ കൊറോണ സമയത്ത് ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങിയും സമയം വേസ്റ്റ് ആക്കിയെങ്കിൽ അവർ ആ ഒരു ബിസിനസ് അത്രത്തോളം സീരിയസ് ആയിട്ട് ചെയ്തു. ഇന്ന് റൈഹാനത്ത് മാം എപ്പോഴും ചിലപ്പോ പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ പാരൻസിന് 4 പെൺകുട്ടികളാണ്. ഈ 4 പെൺകുട്ടികള് അവരുടെ എന്താ പറയാ, അവരുടെ പാരൻസിന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. ഉപ്പ ഒരു പ്രവാസിയായിരുന്നു. 4 പെൺകുട്ടികൾ, 3 പെൺകുട്ടികളെ 4 പേരുടെയും കല്യാണം കഴിഞ്ഞു. 4 പേരുടെയും ഭർത്താക്കന്മാർ പ്രവാസികളാണ്. അവർക്ക് ഇന്ന് ഈ 4 പെൺകുട്ടികളെ ഇത്രത്തോളം പഠിപ്പിച്ചു വളർത്തി. പക്ഷേ സ്വന്തമായിട്ടുള്ള ഒരു വരുമാന മാർഗം ആർക്കും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഭർത്താക്കന്മാർ പ്രവാസിയായിരുന്നു. അപ്പം ഇവർക്കൊരു ആൺകുട്ടി ഇല്ലാത്തതിന്റെ പേരിൽ ഈ ഒരു പേരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ 4 പെൺകുട്ടികളെയും വളർത്തിയത്. ഇന്ന് അവരുടെ ഒരു എന്താ പറയുക, ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാല്, റൈഹാനത്ത് മാം ഇന്ന് ഈ ഒരു ബിസിനസ്സിലൂടെ വാങ്ങുന്നത് 4 ലക്ഷം രൂപയാണ്. മുകളിലുള്ള 3 ജ്യേഷ്ഠത്തിമാര് വാങ്ങുന്നത് 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും ഒക്കെയാണ്. അപ്പൊ അവരുടെ രക്ഷിതാക്കൾ അന്ന് ആ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവര് ഈ ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ പെൺകുട്ടികളിലൂടെ തന്നെ ഇന്ന് ആ നാട്ടിൽ തന്നെ ഒരു റിച്ച് ആയിട്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്.
അത്രയ്ക്കും ഇന്ന് നമുക്കറിയാം റൈഹാനത്ത് മാമിന്റെ വെസ്റ്റീജിൽ നിന്ന് കിട്ടിയ ഹൗസ് ഫണ്ട് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഹൗസ് വാങ്ങിങ് ഫംഗ്ഷൻ ആണ് ഏപ്രിൽ 15-ാം തീയതി 9 to 4 മണി തൊട്ട് 10 മണി വരെയുള്ള ഫംഗ്ഷനാണ്. എനിക്ക് ക്ഷണമുണ്ട്, പോണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സാഹചര്യം ഓക്കെ ആണെങ്കിൽ ഞാൻ പോകുന്നുണ്ടാകും. അപ്പം അത്രയ്ക്കും നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇന്ന് ഒരുപാട് പ്രൊഫഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ടീച്ചേഴ്സും ഒക്കെ. അവർക്കൊന്നും മുമ്പില് എന്താ പറയാ, ഇവർക്കൊന്നും മുമ്പിൽ അവരൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വെസ്റ്റീജ് ബിസിനസിന്റെ പവർ എത്രത്തോളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരിന്ന് വാങ്ങുന്നത് 5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ആണെങ്കിൽ ഇന്നൊരു ഡോക്ടേഴ്സും ടീച്ചേഴ്സും വാങ്ങുന്നത് ഒരു 50,000-ന്റെയോ 1 ലക്ഷം രൂപയുടെ ഒക്കെ താഴെയാണ്. അപ്പൊ എത്രത്തോളം പവറായിട്ടാണ് ആ ഒരു ടീം പോകുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. നമുക്കിപ്പോ ഇവിടെ നമ്മുടെ കമ്പനി ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, എന്താ പറയാ, WPV ഓഫർ. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഇൻകം ഒന്നും നമ്മൾ കണക്കാക്കാതെ നമുക്കൊരു പിൻ അച്ചീവ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് കയറി നിൽക്കാൻ ആ ഒരു സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പലരോടും പറയുണ്ടായി, ആരും കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആരും തന്നിട്ടില്ല. കാരണം ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ അറിയാഞ്ഞിട്ടാണോ എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്നൊക്കെ നമ്മളൊരു ലീഡർ എന്ന നിലക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നമ്മൾ അവരെ അറിയിക്കുന്നുണ്ട്. അവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വിജയിപ്പിക്കണം. നമുക്ക് നമ്മുടെ ടീമും ഒരുപാട് ലീഡേഴ്സ് ഉള്ള ഒരു ടീം ആക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരെയും വിജയിപ്പിക്കാനും നമ്മൾ കൂടെ നിന്നിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജിന് ആരും പലപ്പോഴും റിപ്ലൈ തരാറില്ല. ഇന്ന് നമ്മളെ ഗ്രൂപ്പുകളൊക്കെ നമുക്കറിയാം ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും ആക്റ്റീവ് ആകുക. ഇതിലിപ്പം ഒരുപാട് വീട്ടമ്മമാര് ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞാല് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ടൈമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും മടിയന്മാരും മടിച്ചുകളും ഒക്കെ ആയി പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന ആ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മെന്റർ ഉണ്ട്, നമുക്കൊരു അപ്ലൈൻ ഉണ്ട്. എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് എനിക്ക് വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എത്രത്തോളം നമുക്ക് ശല്യം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അവർക്കൊരു ശല്യമാവില്ല, നമ്മൾ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് വിജയിക്കണം എന്നിട്ടുള്ള ആ ഒരു തീരുമാനമായിട്ട് നമ്മൾ എത്ര മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും അറിഞ്ഞും മനസ്സിലാക്കിയും പഠിക്കാനും ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാകും. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് തിരക്കുണ്ടെങ്കിലും ഞാനും കുറച്ചു ദിവസം ഇതിൽ നിന്ന് മാറി നിന്നതിന്റെ ഭാഗമായിട്ട് എനിക്കും എന്തൊക്കെയോ എവിടേക്കോ നഷ്ടപ്പെട്ടു പോലെയുള്ള ഒരു ഫീലിങ്സ് എനിക്കും കറക്റ്റായിട്ട് ഞാനും അനുഭവിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഇൻവോൾവ് ആയിക്കൊണ്ട് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഈ ഒരു ടീമിലും ഈ ഒരു ഓർഗനൈസേഷനിലും വലിയൊരു തരംഗം തന്നെ നമുക്ക് എല്ലാവർക്കും സൃഷ്ടിക്കണം. നമ്മളെല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ടാകും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഓരോ അപ്ലൈൻ ഉണ്ട് അല്ലെ, ആക്റ്റീവായിട്ടുള്ള അപ്ലൈൻ ഉണ്ട്. നമ്മുടെ മെന്റർ ഷാജി സാർ ഉണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ആരും മാറി നിൽക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടാകും. നമുക്ക് നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമുക്കാണെങ്കിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലെ. അതിനെല്ലാത്തിനുമുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ വെസ്റ്റീജിലുണ്ട്. അതെല്ലാം നമ്മുടെ അപ്ലൈനുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ വിനോദ് സാറുമായിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങി ഉപയോഗിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവുക. എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് കരുതി മാറി നിൽക്കാതിരിക്കുക. നമുക്കൊരു പ്രശ്നവും ഇല്ലെങ്കിലും നമുക്ക് ഇനിയൊരു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഇതിലുണ്ട്. പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു കൺസിസ്റ്റൻസി ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. എൻ്റെ ടീംമേറ്റ്സിനോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും
എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഷാജി സാറിനും അതുപോലെ എന്റെ അപ്ലൈൻ ഭീമ മാഡം ആണ്. എന്നെ കൊണ്ടുവന്ന വ്യക്തി ഈ ഒരു ബിസിനസ്സിലില്ല. എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് എന്നെ പേടിച്ചു പോയതാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. ആകെ വരും എല്ലാ മാസവും 11-ാം തീയതി രാവിലെ ഫസ്റ്റ് മെസ്സേജ് അവരുതായിരിക്കും എനിക്കുണ്ടാവുക. എത്ര കിട്ടി ഇൻകം എന്ന് ചോദിക്കാൻ. എനിക്ക് ഇൻകം ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊടുക്കാറുണ്ട്. അവർക്ക് തിരിച്ചിതിലേക്ക് എന്റെ ആ ഒരു ഇത് കണ്ടിട്ട് തിരിച്ചിതിലേക്ക് വരണമെന്നുണ്ട്. പക്ഷേ അവർക്ക് വരാനുള്ള വഴി ഇപ്പൊ മറന്നുപോയിട്ടുണ്ട്. കാരണം കുറെ ആയില്ലേ വിട്ടു നിൽക്കുന്നു. വഴി പറഞ്ഞു കൊടുക്കാൻ ഞാനും തയ്യാറല്ല. കാരണം എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. എന്നെ കൊണ്ടിട്ട് എനിക്കൊരു സപ്പോർട്ട് പോലും ചെയ്യാതെ പോയൊരു വ്യക്തി ആയതുകൊണ്ട് അവര് പോയ വഴി ഏതാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഇനി തിരിച്ചു വന്നാൽ എന്തെങ്കിലും നടക്കുമോന്ന്. എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള വ്യക്തി എന്നോട് തിരിച്ചു വന്നാൽ എന്തെങ്കിലും നടക്കുമോന്ന് ചോദിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി, ഇതിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ കളയാതെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടാവും. എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒരു വ്യക്തി നമ്മളിപ്പോ എനിക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണം, പെട്ടെന്ന് എവിടുന്നോ കിട്ടിയിട്ടുള്ള ആ ഒരു ഇതില് നാളെ രാവിലെ എണീച്ചിട്ട് 10 പേർക്ക് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും. 10 പേരും ലിങ്കിൽ ജോയിൻ ആയിട്ടുണ്ടാവില്ല. മീറ്റിംഗ് ലിങ്ക് വിട്ടുകൊടുത്തിട്ടുണ്ടാവും, ആരും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ആ വ്യക്തി പറയാണ് ഞാൻ ഇത് ചെയ്തിട്ട് ആരും എന്റെ ലിങ്കിൽ കണക്ട് ആവുന്നില്ല, പ്ലാൻ കേൾക്കാൻ ആരും വരുന്നില്ല. എന്തിനാണ് നമ്മൾ ടെൻഷൻ ആവേണ്ടത്? നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡെയിലി നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരാളെ കണ്ടിട്ടല്ല ബിസിനസ് ചെയ്യുന്നത്. 2024 ജനസംഖ്യ പ്രകാരം ഇന്ന് ഇന്ത്യയിൽ 145 കോടിയിലധികം ജനങ്ങളാണുള്ളത്. ഇത്രയും ജനങ്ങളിൽ നിന്ന് നമ്മളെ കൂടെ നിൽക്കാൻ കഴിവുള്ള വെറും 6 വ്യക്തികളെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയാണ് വെസ്റ്റീജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിവല്ല വേണ്ടത്, തിരിച്ചറിവാണ് വേണ്ടത്. ഈ തിരിച്ചറിവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സീറോയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, ഇന്ന് കണക്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഇന്നലെ കണക്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. സീറോയിലാവും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ എനിക്ക് വിജയിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിൽ മുന്നേ ഒന്നും പഠിച്ചിട്ടല്ല ഇതിലേക്ക് കണക്ട് ആയിട്ടുള്ളത്. അങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും ഇതിൽ വരുന്നതിന് മുമ്പേ ഒരു കാര്യവും പഠിച്ചിട്ടല്ല വന്നത്. ഒന്നും അറിയാതെ വന്ന ആളുകളാണ്. അവർ ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചിട്ടുള്ളത്. പലരും ഇന്ന് പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ പഠിക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം, ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് പഠിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് ഞാനൊരു ടീച്ചറാണ്. എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നത് കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് തരില്ല എന്നാ. ഇന്ന് ഞാൻ പറയുന്ന മുദ്രാവാക്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കോപ്പി അടിക്കാനാ പറയുന്നത്. കോപ്പി അടിച്ചാൽ മാത്രം വിജയിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല ഇതുപോലെ നമുക്ക് വേറെ ഏതാണുള്ളത്? അതുപോലെ നമ്മുടെ തിരൂർ പ്രോഗ്രാം, എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. തിരൂർ പ്രോഗ്രാം ഞാൻ 10 ടിക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡിനെ എടുത്തിട്ടില്ല. എടുക്കാത്തതിന്റെ പേരിൽ ഇപ്പോഴും ഭയങ്കര പരാതികളാണ്. ആ ഒരു 10 ടിക്കറ്റ് ഞാൻ എടുത്തു. ഈ 10 ടിക്കറ്റിൽ എടുത്തപ്പം ഒരു വ്യക്തി ഇന്നലെ എന്നെ വിളിച്ചിട്ട് ചോദിച്ച കാര്യമാണ്, എന്താണ് അവിടുത്തെ ഫുഡ് എന്നാണ്. ഞാൻ പറഞ്ഞു 50 രൂപ ടിക്കറ്റിന് കൊടുത്തിട്ട് 350 രൂപേന്റെ മന്തി കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ബിസിനസ്സിലേക്ക് പ്ലാൻ കേൾക്കാൻ, ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ വരണ്ട, നിങ്ങളെ വീട്ടിലിരുന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ടിക്കറ്റ് എന്റെ ഹസ്ബൻഡിന് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ വ്യക്തി വരണ്ട. ആ വ്യക്തിയെ ഞാൻ കൊണ്ടുപോയാൽ നാളെ എന്നെ വിളിച്ചിട്ട് പറയും എനിക്ക് അവിടെ പോയിട്ട് ബിരിയാണി കിട്ടിയിട്ടില്ല എന്നായിരിക്കും പറയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല. നമ്മളിതൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, നമ്മളൊരു പ്രോഗ്രാമിനാണ് പോകുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല പോകുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവാന്. നമ്മൾ ഒരു ദിവസം ഒരു നേരം കഴിക്കാതെ ഇരുന്നു വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്രയും ഈ സാധ്യതകളിൽ ഈ ഒരു ബിസിനസ്സിനെ തിരിച്ചറിയുക. നിങ്ങൾക്ക് വിജയിച്ച വ്യക്തികൾ ആരെയാണോ നിങ്ങൾ അറിയുന്നത്, അവരെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഷാജി സാർ,
അതുപോലെ ഭീമ മാഡം, അതുപോലെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ സുഷിത മാഡം, വിനോദ് സാറ്, സുരേഷ് സാർ, അശ്വിനി മാം, ഇവർക്കെല്ലാവർക്കും ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തില്. അതുകൊണ്ട് എല്ലാവരും ഇന്നലെ ജോയിൻ ആയവരാണെങ്കിലും ഇന്ന് ജോയിൻ ആയവരാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യതകൾ മനസ്സിലാക്കി ഇന്ന് സീറോയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നാളെ ഹീറോ ആവണം, എനിക്ക് എന്റെ ഫാമിലിയെ ഇതിലൂടെ രക്ഷപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ലീഡേഴ്സ്. ഓക്കെ, താങ്ക് യു ഷംന ടീച്ചർ. വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. 50 രൂപ കൊടുത്ത് ബിരിയാണി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തിരൂർ ഫംഗ്ഷന് പോവാതിരിക്കുക. അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനല്ല പോകുന്നത്. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നല്ല ഹോട്ടലുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിക്കുക. തിരൂർ പോകുന്നത് നിങ്ങളുടെ ബിസിനസ് പഠിക്കാൻ, അത് വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരും അതിന് പോകരുത് കേട്ടോ. പല ആൾക്കാർക്കും അതാണ് ഇമ്പോർട്ടൻസ്. ഭക്ഷണം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ചായ കിട്ടുന്നുണ്ടോ സ്നാക്സ് കിട്ടുന്നുണ്ടോ കാര്യത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ആ ടിക്കറ്റ് ഷംന ടീച്ചർ ഹസ്ബൻഡിനെ കൊടുക്കേണ്ട ടിക്കറ്റ്, അത് കൊടുത്തേക്ക്. എനിവേ ടീച്ചറുടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രഹാനത്ത് മേഡത്തിൻ്റെ ടീമിലല്ല, നമ്മുടെ ടീമിൽ തന്നെ വന്നുകൊണ്ട് നമുക്കൊരു ഭാഗ്യമാണ്. ഓക്കെ, അവരുടെ ഇന്ന് ഈ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും വെസ്റ്റേജ് ചെയ്യുന്നത് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി 11 മണിക്ക് മാത്രമേ വീട്ടിലേക്ക് കയറുള്ളൂ. അവർ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ ഓർഗനൈസേഷൻ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ബെഡിലായിക്കോട്ടെ കിച്ചണിലായിക്കോട്ടെ എവിടെ ഇരുന്നു കൊണ്ടും വീഡിയോ ഓഫാക്കിക്കൊണ്ടും ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കി എത്ര സിമ്പിളാണ്. അവരൊക്കെ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് രാത്രി 11 മണി വരെ പെട്രോൾ അടിച്ച്, വണ്ടിക്ക് പെട്രോൾ അടിച്ച് ഓരോ ആൾക്കാരെ പോയി കണ്ട് ബിസിനസ് പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് സൂം ഓഫാക്കി വെച്ചിട്ട്, ഈ വീഡിയോ ഓഫാക്കി വെച്ചിട്ട് അടുക്കള പണി നടന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ഒറ്റ ഓർഗനൈസേഷൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ എക്സ്ക്യൂസസ് ആണ്, മടികളാണ്. ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോലും മടി വരുന്ന ആൾക്കാരുണ്ട്. ആ ഒരു മണിക്കൂർ പോലും മാറ്റിവെക്കാൻ പറ്റാതെ ലക്ഷങ്ങൾ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. നിങ്ങൾക്ക് ഇത്രയും സിമ്പിളായിട്ട് വേറെ ഒരു ഓർഗനൈസേഷനിലും വേറൊരു വെസ്റ്റേജിലും ഒരു ടീമിലും ഇത്ര സിമ്പിളായിട്ട് ചെലവ് ചുരുങ്ങിക്കൊണ്ട് വരുമാനം വാങ്ങിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. ഈ ഓൺലൈനിലൂടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മാക്സിമം ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ അടുത്ത ഇൻവൈറ്റ് ചെയ്യാൻ വന്ന വ്യക്തി എൻ്റെ കൂട്ടുകാരനെയാണ്, വിനോദ് സാറിനെയാണ്. അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്നോടൊപ്പം വന്ന ആളാണ്, സിൽവർ ഡയറക്ടറാണ്. ഇത് നമ്മുടെ വെൽനസ് ഗുരു എന്ന് പറയാമല്ലേ. നമ്മുടെ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അരച്ച് കലക്കി കുടിച്ച് വ്യക്തിയാണ്. ഏത് കാര്യങ്ങൾ ചോദിച്ചാലും പറഞ്ഞുതരാൻ പറ്റുന്ന നമ്മുടെ ഓർഗനൈസേഷൻ്റെ, അദ്ദേഹത്തിൻ്റെ ടീമിന് മാത്രമല്ല നമ്മുടെ ടോട്ടൽ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് വിനോദ് സാറ്. ഞാൻ വിനോദ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഒറ്റ സെക്കൻഡ്. വെൽക്കം വിനോദ് സാർ. അതിനകത്ത് സ്ക്രീൻ ടച്ച് ആയി. ഓക്കെ, വെൽക്കം വിനോദ് സാർ. താങ്ക് യു ഷാജി സാർ. എന്നെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് വിനോദ്, കണ്ണൂരാണ് സ്വദേശം, കണ്ണപുരത്താണ് സ്വദേശം. വളരെ സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻ രാജേഷ് സാർ. അതേപോലെ തന്നെ ഷംന ടീച്ചർ നല്ല രീതിയിൽ തന്നെ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് സാർ പറഞ്ഞ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. രജനി മേഡം എന്ന ഒരു വ്യക്തിയിലൂടെ രാജേഷ് സാർ ഇത് പരിചയപ്പെട്ടു, വെസ്റ്റേജിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റി. പക്ഷെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആ ഒരു അപ്ലൈൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവര് ഒരു കുട്ടിയെ ജനിപ്പിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് പോവുക ചെയ്തത്. അങ്ങനെ എനിക്ക് കിട്ടിയ ആ കുട്ടിയെ വളർത്തി കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന ലെവൽ അച്ചീവ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആ ലീഡറെ വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന ആ കുട്ടി ഇന്ന് മെച്യൂർഡ് ആയിട്ടുണ്ട്, അറിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അവരതൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ രാജേഷ് സാറിന്റെ ആ ഒരു സ്ഥിരമായിട്ടുള്ള എല്ലാ മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ ബിസിനസ്സിൽ ഇന്നും ഉള്ളത്. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാ മീറ്റിംഗ്സും, ലീഡേഴ്സ് പറയുന്ന എല്ലാ മീറ്റിംഗും കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ് വിട്ടുപോകില്ല, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് രാജേഷ് ചേട്ടൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെന്റ് പറഞ്ഞത് വളരെ സത്യമാണ്. 11:30 ശേഷമാണ് ലാസ്റ്റ് ബില്ല് അടിച്ചത് രാജേഷ് ചേട്ടന്റെ. അതും കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടൊന്നുമല്ല ചെയ്തത്. ലാസ്റ്റിലത്തെ ഒരു 10 PVക്ക് വേണ്ടി മാത്രമാണ് രാജേഷ് ചേട്ടൻ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ചെയ്തത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രാജേഷ് ചേട്ടൻ തീരുമാനം എടുത്തത് ഈ മാസമായിരുന്നു. ഈ മാസത്തിൽ മാർച്ച് മാസം പകുതി വരെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, ഈ മാസം നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഞാൻ കൂടെയുണ്ട്.
അപ്പോ ഒരു തീരുമാനം ഉള്ളിൽ വന്നു, അത് പുറത്ത് പറഞ്ഞു. അങ്ങനെ ഓടിയ ഓട്ടത്തിലാണ് അദ്ദേഹം ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്തത്. അതില് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽപ്പെട്ടവരും അതുപോലെ തന്നെ ക്ലോസ് എന്ന് പറയുന്ന ഫ്രണ്ട്സിന്റെ അടുക്കും പറയാൻ വേണ്ടി പറ്റുന്ന അവരെടുക്കാൻ ഞാൻ പോയിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മാസം രാജേഷ് ഏട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അവര് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഭാഗം പറഞ്ഞു കൊടുത്തു. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയല്ല. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന, ഇതുപോലെയുള്ള ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവും കൂടിയായി. കാരണം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് അതുപോലെ ഫാമിലിയിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ഒരു PV പോലും ചെയ്യാതെ അദ്ദേഹത്തിന് പിന്നീട് ഒരു വാശി വന്നു. അങ്ങനെ അച്ചീവ് ചെയ്തു. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഇത് എടുത്തു പറയാനുള്ള കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവക്കത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ഫാമിലിയിലോട് നമ്മളിത് പറഞ്ഞ് അവര് നമ്മളെ കൂടെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു PV പോലും ചെയ്യാൻ റെഡിയല്ല. കാരണം അവരുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഈ ബിസിനസ് ഒന്നും മുന്നോട്ട് പോവില്ല, പല ബിസിനസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വാശിയിലൂടെ നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. കൺഗ്രാജുലേഷൻ. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഒരേ ഒരു കാര്യം, എന്തിനാണ് നമ്മൾ ഈ വെസ്റ്റേജ് ബിസിനസ്സിൽ വന്നിരിക്കുന്നത്? കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്ത് ഏകദേശം ഒരു 10-300 മുകളിൽ ആൾക്കാരുണ്ട്. ഇവിടെ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ LKG പഠിച്ചതിന് ശേഷം 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞാൽ, 10ാം ക്ലാസ് ക്ലാസ്സിൽ നേരിട്ട് പോയിട്ട് ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുമോ? 10ാം ക്ലാസ് വിജയിക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മാത്രമാണ് നമ്മൾ SLC പാസ്സാവുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാൻ റെഡിയാവാത്തത്? ഞാൻ തിരിച്ചങ്ങോട്ടാണ് ചോദിക്കുന്നത്. കാരണം പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്തായിക്കോട്ടെ, നമ്മുടെ ഓരോ മെയിൻ ഗ്രൂപ്പിനകത്തായിക്കോട്ടെ, നമ്മളുടെ ഓരോ വ്യക്തികളും പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും സംശയങ്ങളും ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഇത് പല പ്രാവശ്യം ഷുഗറിനുള്ള സപ്ലിമെന്റ് എന്താണ്, അല്ലെങ്കിൽ കൊളസ്ട്രോളിനുള്ള സപ്ലിമെന്റ് എന്താണ്, ഞാൻ 100 പ്രാവശ്യം അല്ല 500 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മറ്റുള്ള ഓരോ ലീഡേഴ്സും ഇതിനെ തയ്യാറെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് പഠിക്കാത്തത്? ഇത് പഠിക്കാതെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക? ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ സാധിക്കുന്നുണ്ടാവില്ല. ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അവർ നിൽക്കുന്നുണ്ടാവും, ഇല്ലേ പോകുന്നുണ്ടാവും, എല്ലാം നടക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇതിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് പ്രോഡക്ട്സ് ആണ്. പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് പഠിക്കാതെ നമുക്ക് ഒരു കാരണവശാലും ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ കുറച്ച് പേര് മാത്രം അത് ഏറ്റെടുത്തിട്ടുണ്ട്, കുറച്ച് പേര് മാത്രം അതിന് റീപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ പല ആൾക്കാർ ഇന്നത്തെ ഒരു ഇതിനകത്ത് തന്നെ പ്രൊഡക്ട്സ് എന്താണെന്ന് ചോദിച്ചു, പ്രൊഡക്ട്സ് പറഞ്ഞു കൊടുത്തു. പിന്നീട് ചോദിക്കുന്ന ചോദ്യം അതിനെത്ര വിലയാണ്? അത് കാർട്ട് ചെയ്ത് കൊടുക്കേണ്ട സ്ഥിതി വരെ എനിക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷെ അവിടെ അവരുടെ ലീഡേഴ്സ് ഉണ്ടാവും, അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ടാവും. എന്തിനാണ് നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ നിൽക്കുന്നത് അപ്ലൈൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്? കാരണം ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ പല പ്രാവശ്യങ്ങളിൽ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് പിന്നെ ഞാൻ തന്നെ ഇടണം, അല്ലെങ്കിൽ മറ്റുള്ള 1-2 ലീഡേഴ്സ് തന്നെ ഇടണം എന്നുള്ള ഒരു വാശി പിടിക്കുന്നത്? നിങ്ങൾക്കറിയാമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 100-300ഓളം വരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് അത് വീണ്ടും ഇട്ടുകൂടാ? അവർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ? അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സിന് എന്തുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തുകൂടാ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ ഇത് പഠിക്കാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? ആൾക്കാരെ ഒരു പക്ഷെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഇന്ന അസുഖത്തിന് നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? അസുഖത്തിന് കൊടുക്കേണ്ട ഒരു മരുന്നും നമ്മുടെ കയ്യിലില്ല. ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്? ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഡിലേ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം അത് തന്നെയാണ്. എനിക്കിന്ന് 10ൽ കൂടുതൽ ഡയറി എന്നെ ഏറ്റവും മിനിമം ഓരോ മീറ്റിംഗ്സിനെ അറ്റൻഡ് ചെയ്ത സമയത്തും അതുപോലെ തന്നെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് എഴുതിയെടുത്ത 10ൽ കൂടുതൽ ഡയറി മാത്രം എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെയുണ്ട്. എണ്ണം ശരിക്കറിയില്ല, 10ൽ കൂടുതൽ മിനിമം ഉണ്ട്, അതിൽ കൂടുതലേ ഉള്ളൂ. എൻ്റെ ബാഗിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും 4-5 ഡയറീസ് ഉണ്ട്. കാരണം എല്ലാവരും എൻ്റെ ബാഗ് എടുത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് അപ്പുറത്തെ സീറ്റിലേക്ക് വെക്കുന്ന സമയത്ത് ചോദിക്കണ്ട എന്താണ് ഇതിനകത്ത് ഇത്രയും പ്രൊഡക്ട്സ് ആണെന്ന് ചോദിക്കാറുണ്ട്. ഒരു പ്രൊഡക്ട്സും അല്ല ഞാൻ കൊണ്ടു നടക്കുന്നത്, കംപ്ലീറ്റ് എൻ്റെ ഡയറിയും കാര്യങ്ങളാണ് കൊണ്ടു നടക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും
ഇന്ന് തൊട്ട് തീരുമാനം എടുക്കുക. ഞാൻ എല്ലാ ദിവസവും ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഒരു പ്രൊഡക്ഷനെ കുറിച്ചിട്ടെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവണം. പഠിക്കാതെ ഒരു കാരണവശാലും ഒരാൾക്ക് പോലും ഇവിടെ വിജയിക്കാൻ വേണ്ടി പറ്റൂല. ഞാൻ തറപ്പിച്ച് പറയുകയാണ്. കാരണം പ്രൊഡക്ഷനെ കുറിച്ചിട്ട് അറിയാതെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെയ്യാൻ പറ്റും, പിൻ ലെവൽ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെങ്കിൽ അവിടെ നിങ്ങളുടെ അപ്ലൈൻ, സപ്പോർട്ട് ചെയ്യുന്ന ഒരു അപ്ലൈൻ, ഇപ്പം ഇവിടെ ഷാജി സാർ അടക്കം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിവുള്ളത് കൊണ്ട് മാത്രം പറയുന്നതല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതായിട്ട് ഒരാൾ പോലും എടുക്കരുത് കേട്ടോ. എന്റെ വേർഡ്സ് ആരെയും വിഷമിപ്പിക്കാനോ ഒന്നിനും പറയുന്നില്ല, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. കാരണം ഇന്ന് ഒരുപക്ഷെ ഞാൻ ഒരാഴ്ച എന്റെ മൊബൈലിനകത്ത് കംപ്ലൈന്റ് ആയി എന്തെങ്കിലും ആയി പോയി. അപ്പോൾ ആരാണ് അതിന് ആൻസർ? 10 ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ? അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ റെഡിയാവുന്നില്ല? നമ്മൾ പഠിക്കാൻ റെഡിയാവാത്ത അടുത്തോളം കാലം നമ്മൾ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും? ഓരോ പ്രൊഡക്ട്സ് ആയി കഴിഞ്ഞാലും മിനിമം ഒരു പ്രൊഡക്ട്സ് എങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതെ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മൾ ഉപയോഗിക്കണം. ആദ്യം നമ്മൾ ഉപയോഗിച്ച് അതിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കി എടുക്കണം. നമ്മൾ ആദ്യം തന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവർ വാങ്ങുന്നുണ്ടാവില്ല, നമ്മൾ ഒരിക്കലും വാങ്ങുകയും ചെയ്യില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറ്റാവുന്ന, നമ്മൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ എടുക്കുക, അത് ഉപയോഗിക്കുക. ഈ രാജേഷ് ചേട്ടനൊക്കെ ഇന്ന് ബിസിനസ്സിൽ വന്നത് പ്രൊഡക്ട്സിന്റെ റിസൾട്ട് കൊണ്ട് മാത്രമാണ്. കാരണം എത്രയോ വർഷങ്ങളായിട്ടുള്ള അവരുടെ സ്കിൻ അലർജി, വൈഫിനുണ്ടായ സ്കിൻ അലർജി, ഇതിന്റെ കൂടെ മാറ്റം വന്നു. 1 മാസം കൊണ്ട് തന്നെ ഡോക്ടറെ അടുക്ക പോകേണ്ട ആവശ്യം ഇപ്പൊ വരുന്നേ ഇല്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മുന്നിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരേ ഒരു സാധനം ഈ ബിസിനസിന്റെ പ്ലാനും അതേപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്റ്റുമാണ്. കാരണം പ്ലാൻ 100% ക്യുമുലേറ്റീവ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഏതൊരു മറ്റുള്ള നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇവിടെ ആകർഷിക്കുന്നുണ്ടാവും, ഇവർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. കാരണം ഒരു കമ്പനി കൊടുക്കാത്ത ഒരു പ്ലാനാണ് നമ്മുടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ്, ഇന്ന് ഏതൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളും പകുതി വിലയിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വെസ്റ്റീജിൻ്റെത് മാത്രമാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ഇന്ന് ഇതിനകത്ത് ഉണ്ടോന്ന് അറിയില്ല, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ വേറെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞില്ല, വേറെ ഒരു കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം, ഒരൊറ്റ പ്രൊഡക്റ്റിന്റെ വില മാത്രം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാളും എത്രയോ നല്ല പ്രൊഡക്റ്റാണ് നമ്മുടേതെന്നും അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെ കൂടി നമ്മളെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. നമുക്ക് ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ട് ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ, ഈ ബിസിനസിന്റെ പൾസ് എന്താണ് എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതിന് മീറ്റിംഗ്സ് ഒരു പരിധിവരെ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മുടെ ബാലു സാറിന്റെയും അതുപോലെ തന്നെ രാഘവൻ സാറിന്റെയും ഒക്കെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സെഷൻ നമുക്ക് കിട്ടാറുണ്ട്. അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം മറ്റുള്ള പല കമ്പനികളും ചെറിയ വളരെ തുച്ഛമായിട്ടുള്ള വിലയിലുള്ള പ്രൊഡക്റ്റ് ആയിരങ്ങൾ ഒക്കെ കൂട്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റിന്റെ വില നിർണ്ണയിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അല്ല, അവരേതോ കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുക്കുന്നു, ആ കമ്പനിക്കും ലാഭം വേണം, എടുക്കുന്ന കമ്പനിക്കും ലാഭം വേണം, അത് മാർക്കറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ലാഭം വേണം. അപ്പോൾ അതിന്റെ വില അതിന്റെ ഇരട്ടിയുമായിട്ട് മാറുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുക. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ വില കുറഞ്ഞ, അതും അത്രയും നല്ല ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവണം. പഠിച്ചാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് എനിക്ക് ഇവിടെ കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇന്ന് ഈ മാസം നമ്മളെ ഏപ്രിൽ മാസത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല ഓഫറുകൾ വരുന്നുണ്ടാവും. കാരണം പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ ഓരോ ലീഡേഴ്സും നമ്മളെ കൂടെയുള്ളവരെ ശരിക്കും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് കൺസിസ്റ്റൻസി ഓഫർ, അതിന്റെ ഡേറ്റ് എത്ര മുതൽ എത്ര വരെ. കാരണം ഇത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി ഓഫർ 21-ാം തീയതി ഒക്കെ ചെയ്തിട്ട് എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്, സാറേ 21-ാം തീയതി ഇന്ന് ഞാൻ പോയി 100 പർച്ചേസ് ചെയ്തു, അപ്പൊ ഇനി 1 മാസം കൂടി ചെയ്താൽ എനിക്ക് കൺസിസ്റ്റൻസി കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ഡേറ്റ് 2-ാം തീയതി തൊട്ട് 14-ാം തീയതിക്കുള്ളിൽ ചെയ്താൽ മാത്രമേ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ റീപർച്ചേസിംഗ് ഓഫർ നമുക്ക് എന്നും 2-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഉള്ളത്. ആ ഡേറ്റും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം.
ചില സമയത്ത് നമുക്ക് സൺഡേ ഒക്കെ ലാസ്റ്റ് ദിവസം വരുന്ന സമയത്ത് കമ്പനി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും, 1-2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. അതും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനുശേഷം വരുന്ന നമ്മുടെ എക്സ്ട്രാ PV ഓഫർ, അതിനെ കുറിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഓരോ ലീഡേഴ്സും ശരിക്കും ഒന്ന് മനസ്സിലാക്കി, കാരണം ഓരോ മാസത്തിലും ഫസ്റ്റ് 2-ാം തീയതി നാളെ നമുക്ക് വരുന്നുണ്ടാവും പുതിയ ഓഫറുകൾ, ഈ മാസത്തെ ഓഫറുകളൊക്കെ വരുന്നുണ്ടാവും. അപ്പോ അത് എന്താണ്, എത്ര പൈസയുടെ പർച്ചേസ് ചെയ്താലാണ് നമുക്ക് ഇന്ന പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക, അത് നമ്മൾ ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് എത്ര എണ്ണം കിട്ടും, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു 100 രൂപ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണം കിട്ടുമോ, അല്ലെങ്കിൽ 5 എണ്ണം കിട്ടുമോ, ഈ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തരുന്ന ബില്ലിന് അല്ലെങ്കിൽ ഓർഡറിനൊക്കെ കീറി മുറിച്ചൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ബെനിഫിറ്റ് പോലും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ 2 ഇൻവോയ്സും 3 ഇൻവോയ്സും ഒക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് പുതുതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ വ്യക്തികളും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടോ, അറിയെങ്കിൽ ഓക്കെ, നമുക്ക് ഇത്ര പൈസയുടെ എടുത്തു കഴിഞ്ഞാൽ ഇത്ര എണ്ണം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കുക. അപ്പോൾ നമ്മൾക്ക് ലീഡേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും, ഓക്കെ ഇത് ഇത്ര പൈസയുടെ ഒരു ബില്ലാക്കുക, ഇത്ര പൈസയുടെ അടുത്തൊരു ബില്ലാക്കുക. അതും പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ലീഡേഴ്സിന് അറിഞ്ഞിരിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ എല്ലാ മാസം വരുന്ന ഓഫറുകൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കണം. കാരണം അത് നമ്മുടെ CEP-യിൽ വെങ്കടേഷ് സാറൊക്കെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഷാജി സാറ് എല്ലാ പ്രാവശ്യവും വോയിസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം നമ്മുടെ ലീഡേഴ്സ് പറയുന്നത്, ഇപ്പൊ ഒരു ദിവസം ചിലപ്പോൾ രാവിലെ ഫോണൊന്ന് നോക്കി പിന്നെ രാത്രിയിലായിരിക്കും ചിലപ്പോൾ അടുത്ത ഫോൺ നോക്കുന്നുണ്ടാവുക ചില ആൾക്കാർ, ബിസി ലൈഫുള്ള ആൾക്കാർ. അപ്പോ വൈകുന്നേരം ആവുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിനകത്ത് ചിലപ്പോൾ 50 മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഒന്നും നോക്കിയില്ല, ക്ലിയർ ചാറ്റ് അടിക്കുന്നുണ്ടാവും. ക്ലിയർ ചാറ്റ് അടിച്ച് അവര് പോകുന്നുണ്ടാവും. അപ്പൊ എന്താണ് മെസ്സേജ് വന്നത് ഒന്നും വായിക്കാത്ത അവരുണ്ടാവും. ഇനി എല്ലാ മെസ്സേജും വായിക്കുന്നവരും എല്ലാ ദിവസവും അവരവരുടെ മൊബൈൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർ ക്ലിയർ ചാറ്റ് അടിച്ച് പോകുന്നുണ്ടാവും. കാരണം എനിക്കത് അനുഭവപ്പെടാറുണ്ട്. കാരണം ഒരേ കാര്യം തന്നെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. ഇന്നലെ ഇട്ട കാര്യം തന്നെ ഇന്ന് വീണ്ടും ചോദിക്കുന്നവരുണ്ട്. കാരണം ഇന്നലെ ഇട്ട സാധനം അവർ ക്ലിയർ ചാറ്റ് അടിച്ചത് കൊണ്ടാണ് അവിടെ അവർക്ക് കിട്ടാത്തത്. എന്റെ മൊബൈൽ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും കുറച്ചെങ്കിലും കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ചില സമയത്ത് എനിക്ക് ക്ലിയർ ചാറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഗ്രൂപ്പ് മാത്രം ഇന്ന് വരെ ക്ലിയർ ചാറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മൊബൈലിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള എല്ലാ ലീഡേഴ്സും കുറച്ചായിട്ട് ഓരോ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം ആവശ്യം വരുന്ന സമയത്ത് ഞാനും ഒരു പക്ഷെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക, ഡിലീറ്റ് ആക്കാതിരിക്കുക. കാരണം പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ നോളജാണ്, നമ്മുടെ നോളജ് ഒരിക്കലും ഡിലീറ്റ് ആക്കാതിരിക്കുക. കാരണം എനിക്കറിയാം ഒരുപാട് ആൾക്കാർ ഉള്ള വ്യക്തികൾ ഒരു എസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാരണം എല്ലാ ദിവസവും ക്ലിയർ ചാറ്റ് അടിക്കുകയും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചാറ്റ് അടിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ഒരു എസ് പറഞ്ഞാൽ കൊള്ളാം. ഇല്ലെങ്കിൽ എനിക്ക് അറിയുന്നുണ്ടാവും, അവരെന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും അവർ ക്ലിയർ ചാറ്റ് ചെയ്തത് കൊണ്ടാണ് അവരെന്നോട് ഇന്ന് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഒരേ കാര്യം തന്നെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാലും അത് എന്താണ് എന്ന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ശരിക്കും നമ്മൾ മറുപടി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശീലിക്കണം. ഇത് ഒരു കുറ്റമായിട്ടല്ല പറഞ്ഞത്, എല്ലാവർക്കും വളരാനുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. വിഷമം തോന്നിയാൽ എനിക്കൊരു വിഷമവും ഇല്ല. കാരണം അത് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞിരിക്കുന്നത്. അത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു വിനോദ് സാർ. വിനോദ് സാറ് പരാതിയായിട്ട് പറഞ്ഞ കേട്ടോ. ഇത് നമുക്ക് അറിയാലോ, ഓരോ ചോദ്യം തന്നെ ദിവസം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളെല്ലാവരുടെ ടീമിനോട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ലീഡേഴ്സും ചെയ്യേണ്ടത് അദ്ദേഹം കൊടുക്കുന്ന അറിവുകൾ എല്ലാ ലീഡേഴ്സും മനസ്സിലാക്കി പഠിക്കാനും നിങ്ങളുടെ ടീമിന് പറഞ്ഞു കൊടുക്കാനും. ദയവിത് കാർട്ടാക്കാൻ പറയരുത്. അത് വലിയൊരു ബുദ്ധിമുട്ടാട്ടോ. അത് കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ വിനോദ് സാറിന് കാർട്ടാക്കം കൊടുത്ത് ഇതുവരെ അദ്ദേഹം അയച്ചു തന്നിട്ടില്ലെന്ന് പറഞ്ഞ് എനിക്ക് പരാതി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കാർട്ടാക്കി തരാനുള്ള ആളല്ല വിനോദ് സാറ്. അദ്ദേഹം പറഞ്ഞു തരുന്ന ആ കാര്യം മനസ്സിലാക്കി പഠിച്ച് രണ്ടാമത് ആ കാര്യത്തിനോട് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിവേ ഞാനതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഒരു പവർഫുൾ ലീഡറും കൂടെ കുറച്ച് സമയം സംസാരിക്കാനുണ്ട്. നമ്മളെ സ്റ്റാർ ഡയറക്ടർ കാർ ഫണ്ട് അച്ചീവറുടെ
ചെറിയൊരു എക്സ്പീരിയൻസ് കൂടെ കേൾക്കാം, അധികം നീട്ടിപ്പോണ്ട. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഭീമ മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കേൾക്കാം. നമ്മുടെ ടീമിലെ കാർ ഫണ്ട് അച്ചീവറാണ്. മൂന്നാമത്തെ എൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ കാർ ഫണ്ട് അച്ചീവറായ ശേഷം സുരേഷ് സാറായി, അതിനുശേഷം ഭീമ മാഡമായി ഒരു 3-4 ആൾക്കാർ വരിയായിട്ട് നിൽക്കുന്നുണ്ട് കാറിൻ്റെ ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടി. എനിവേ ഭീമ മാഡത്തെ ഇൻവൈറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി. വെൽക്കം ഭീമ മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയാം, കാരണം ഞാൻ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്നിരുന്നാലും സാർ എന്നെ ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ 2 വാക്ക് സംസാരിക്കുന്ന, എന്നിട്ട് സാറിന് മെസ്സേജ് ഇട്ടു, സാറേ 10 മണി ഇനി ഞാൻ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് സാറ് ഞാൻ പേഴ്സണലി മെസ്സേജ് ഇടുകയും ചെയ്തു. അപ്പോ സാർ എന്നെ ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. കാരണം എന്നെ പുതിയ ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം, എന്നാലും ഇന്നും ഇന്നലെയൊക്കെ ജോയിൻ ചെയ്ത പുതിയ ആൾക്കാർക്ക് വേണ്ടി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഭീമ. കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നിട്ട് 2.5 വർഷത്തോളമായി. കാരണം ഇതിനകത്ത് ആദ്യം സാർ പറഞ്ഞ പോലെ ഇപ്പൊ രാജേഷ് സാർ പറഞ്ഞു, സാർ 1 വർഷമായി ബ്രോൺസ് ഡയറക്ടർ ആയതെന്ന്. ഞാനും അതുപോലെ തന്നെ ഒരുപാട് താമസിച്ചിട്ടാണ്, വൈകിട്ടാണ് ബ്രോൺസ് ഡയറക്ടർ ആയത്. കാരണം ഞാൻ ഒരുപാട് ടീമിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഒരു ലീഡർഷിപ്പിലോട്ട് ഞാൻ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ വന്നവരെ എനിക്ക് നിലനിർത്തി പോരാനായിട്ട് സാധിച്ചില്ല. അപ്പോ ജോയിനിങ് ആക്കും, ഓരോരുത്തരെയും പ്ലാൻ കാണിക്കും, ജോയിനിങ് ആക്കും എന്നതിലുപരി അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്താനോ ഉള്ള കഴിവ് എനിക്ക് ആയിട്ടില്ല. അതാണ് പറയുന്നത്, നമ്മൾ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ ഇതിനകത്ത് ഗ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ സിസ്റ്റം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം. എന്റെ ഒരു പ്രത്യേകതയും അതായിരുന്നു. ഞാൻ ഇതിൽ വന്നു, ദൈവം സഹായിച്ചിട്ട് എനിക്കിത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്ക് ദൈവം തന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോ ഏതൊരു മേഖലയിൽ നമ്മൾ ജോയിൻ ചെയ്താലും അതിനെ ഒന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുക എന്നുള്ളത് അറിവിനേക്കാൾ ആഴമേറിയതാണ്, ശരിയല്ലേ? നമ്മൾ എന്ത് കാര്യവും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഏബിൾ ആണ്. നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകുക. ആ ഒരു കൺസെപ്റ്റോടുകൂടിയാണ് ഞാനും ഇതിലേക്ക് ആദ്യമായിട്ട് വന്നത്. കാരണം എനിക്കിതിൽ ജോയിൻ ചെയ്ത ഉടനെ എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ആദ്യം. കാരണം പ്ലാൻ കേട്ടപ്പോൾ തന്നെ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നെ ഇതിലേക്ക് ആകർഷിച്ചതും എന്നെ ഇതിൽ നിലനിർത്തി പോരാൻ എനിക്ക് പ്രചോദനമായത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. 2, പാസീവ് ഇൻകം. അപ്പൊ ഇത് രണ്ടും എന്താണ് എന്ന് മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതിൽ നിലനിന്ന് പോരാനായിട്ട് എനിക്കൊരു പ്രചോദനമായത്. ഇപ്പൊ കൊണ്ടുവന്ന വ്യക്തികൾ പോയാലും എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എനിക്ക് ഒന്നും നഷ്ടമാകുന്നില്ല. കാരണം എക്സലന്റ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ മാറ്റി മാറ്റി വാങ്ങിക്കുന്തോറും ഒരു പ്രൊഡക്റ്റ് പോലും നമുക്ക് എന്താ പറയാ, നമുക്കൊരു നെഗറ്റീവ് പറയാനുള്ള ഇതില്ല. കാരണം ഓരോന്നും ഒന്നിനൊന്നിനും മെച്ചമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് മൂല്യമുള്ള പ്രൊഡക്റ്റുകളാണ് ലഭിക്കുന്നത് എന്നതിലുപരി നമ്മുടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറി നമുക്ക് ഹോസ്പിറ്റൽ ചെലവ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒന്നും നഷ്ടമാകുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തു, എന്നോട് പിന്നെ എന്താ പറയാ, ഈ ഒരു ബിസിനസ് മനസ്സിലാക്കിയവർ നിലനിന്നു, അല്ലാത്തൊരു ഇതിൽ നിന്ന് വിട്ടുപോയി. ഇന്ന് നഷ്ടം അവർക്ക് മാത്രം, എനിക്ക് യാതൊരുവിധ നഷ്ടങ്ങളും ഇല്ല. കാരണം 1 വർഷം കഴിഞ്ഞു ഞാൻ ഇതിനകത്ത് ബ്രോൺസ് ആകാനായിട്ട്. 16% ആയിട്ട് കൂടി നോൺ ക്വാളിഫൈഡ് എന്നുള്ളതായിരുന്നു എന്റെ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചെറിയ PV ഷോർട്ടേജിൽ പോലും എനിക്ക് പലപ്പോഴും ബ്രോൺസ്, കാരണം നല്ല ടീമിനെ കൊണ്ടുവന്ന് ബ്രോൺസിന്റെ വക്കിലെത്തിയപ്പോൾ ഈ ടീമുകളെല്ലാം സ്പ്ലിറ്റ് ആയിട്ട് അങ്ങ് പോയി. പിന്നെ എനിക്ക് 2 പേരാണ് അവിടെ അവശേഷിച്ചത്. ഈ 2 പേരെ വെച്ചിട്ട് ഷായ് സാറിന് തന്നെ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ഇത് എന്ത് പറ്റി ഭീമ, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും. കാരണം അന്നും ഇന്ന് ഞാൻ ഒരു മീറ്റിംഗ് പോലും മിസ്സാകാത്ത ആളാണ്. ഇപ്പൊ പലപ്പോഴും പല കാര്യത്തിൽ സ്കിപ്പ് ആവുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. പക്ഷെ എന്നിരുന്നാലും അന്നൊന്നും ഞാൻ എപ്പോ ഒരു മീറ്റിങ്ങിന്റെ ലിങ്ക് സാർ ഇട്ടാലും ഞാൻ ഉടനടി ആ മീറ്റിംഗ് ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന് തന്നെ ഒരു വിഷമം തോന്നുന്നു. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത്, അതുപോലെ സാറിന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്ലാൻ കൊടുത്തതും എന്റെ പ്രോസ്പെക്റ്റിനായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിന് തന്നെ പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. എന്ത് പറ്റി ഭീമാക്ക് ക്വാളിഫൈ ചെയ്യാൻ സമയം ആയിട്ടില്ലായിരിക്കും, ദൈവം അതിനുള്ള, ഇപ്പം താൻ പാതി ദൈവം പാതിയാണല്ലോ അല്ലെ. നമ്മൾ ഏതൊരു പ്രവൃത്തിയായാലും നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പൊ ആ ദൈവത്തിൽ ഞാനും വിശ്വസിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ബാക്കി ടീമുകളെല്ലാം പോയപ്പോഴും 2 പേരെ മാത്രം വെച്ചിട്ട് ഞാൻ വീണ്ടും ടീം ബിൽഡ് ചെയ്തു. ഇന്ന് എനിക്ക് 6 ലെഗും ഉണ്ട്. ഈ 6 ലെഗിനെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നമുക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സൗന്ദര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവോ അല്ലെങ്കിൽ ടാലന്റോ അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയാ
പ്രായമോ ഇതൊന്നും നമുക്കിവിടെ പ്രശ്നമല്ല. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ, വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ പാടുപെടുന്ന അല്ലെ കഷ്ടപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ആ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്തണമെങ്കിൽ, അവരുടെ ലൈഫ് സെക്യൂർ ആക്കണമെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് തിരിച്ചറിയുക. നമുക്ക് ഏതൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഒന്നും യാതൊരുവിധ നഷ്ടവും വരുന്നില്ലല്ലോ. അപ്പൊ ഇതിനെ ഒന്ന് അതിന് നമുക്ക് ആ ഒരു മനസ്സിലാക്കി തരുന്നതിന് കണ്ടിന്യൂസ് മീറ്റിങ്ങുകളുണ്ട്. കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും ബിസിയുള്ള ആൾക്കാരാണ്. എത്ര ബിസിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ദൈനംദിന ജോലികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിട്ടു നിൽക്കുന്നില്ല. പ്രോബ്ലംസ് പലരും നമ്മൾ പറയും, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്ത അത് ഞാൻ ബിസി ആയിരുന്നു, എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന പല എക്സ്ക്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ എക്സ്ക്യൂസുകൾ ഉണ്ട് എങ്കിലും നമ്മളുടെ ദൈനംദിന കാര്യങ്ങളും നമ്മളുടെ ഇമ്പോർട്ടൻസ്, നമ്മൾ ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രൊഫഷനൊക്കെ നമ്മൾ ആ ഒരു പ്രോബ്ലംസിലൂടെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും ഈ ഒരു ബിസിനസ്സിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇതിനെയൊന്നും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അതൊരു നമ്മുടെ റിക്വസ്റ്റ് ആണ്. കാരണം ഇത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ആ ഒരു കയ്യെത്തും ദൂരത്ത് കൊണ്ട് ദൈവം തന്നിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കാനോ അതിനെ ഒന്ന് എന്താ പറയാ കയ്യെത്തി പിടിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് ഇപ്പോ നമ്മൾ എന്തൊരു കാര്യമായാലും നമ്മൾ അതിനെ ഒന്ന് പിടിക്കണം എന്നൊരു ലക്ഷ്യബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് വിജയിക്കാനായിട്ട് സാധിക്കും. ഏതൊരു വിജയമായാലും അത് പെട്ടെന്ന് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താ പറയാ യാതൊരുവിധ വിലയും കൊടുക്കില്ല അല്ലെ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ നമുക്കൊന്നും നഷ്ടമാവുന്നില്ല. നമ്മൾ ഇവിടെ പൈസയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു, അതിന്റെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു, അതിന്റെ ലാഭം കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നഷ്ടമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് മിക്കവാറും ഉള്ളവർ ഇതിന് പ്രയോറിറ്റി കൊടുക്കാത്തത്. പക്ഷെ നിങ്ങൾ ലൈഫിൽ കിട്ടുന്ന ഇത്രയും വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഒന്ന് തിരിച്ചറിയുക. നിങ്ങളെ കൂടെ വന്നവരെ അവർക്കും ചിലപ്പോൾ നമ്മൾ ഇപ്പൊ 15 മിനിറ്റ് പ്ലാൻ ആണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. ആ 15 മിനിറ്റ് പ്ലാൻ കയറി ഒരുപക്ഷെ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് സാറിന്റെ മോട്ടിവേഷനിൽ ചിലപ്പോൾ അവർ ഐഡിയ എടുക്കുന്നുണ്ടാവും. പിന്നീട് അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ മീറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യിപ്പിക്കാനോ ഒന്നും പല ലീഡേഴ്സും തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് അവര് പലപ്പോഴും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നോ ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്നോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും വിട്ടുപോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൂടെ വന്ന ഒരാളെങ്കിലും നിങ്ങൾ ഇതിൽ പ്രോസ്പെക്ടിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരാളെങ്കിലും നിങ്ങളുടെ കൂടെ ഐഡിയ എടുത്തിട്ടുണ്ട് എങ്കിൽ അവരെ ഒന്ന് കെയർ ചെയ്യുക. കാരണം അവർക്ക് ഇതൊരു അപരിചിതമായ മേഖലയാണ്. ഇതിനെക്കുറിച്ച് അവർക്കൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതെന്താണെന്നോ ഒന്നും അവർക്ക് അറിയില്ല. അവരാദ്യം ഒരു വരുമാനം മാത്രം നോക്കിയിട്ടാണ് അവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. പക്ഷെ വരുമാനത്തിനുപരി നമ്മൾ വ്യക്തിപരമായിട്ടും നമ്മൾ ആരോഗ്യപരമായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് അവർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരാൾ പോലും ഇവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ടാവില്ല. കാരണം അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിലും ഇത്രയും എക്സലന്റ് പ്രൊഡക്റ്റ് നമ്മുടെ ലൈഫിൽ ഇനി കിട്ടാനില്ലെന്ന് തന്നെ പറയാം. അപ്പോ ദൈവമായിട്ടാണ് നമ്മളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയിരിക്കുന്നത്. അപ്പൊ ആ ദൈവം തന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും എന്താ പറയാ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട്, കാരണം ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു ടീം വർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മനസ്സ് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. പിന്നെ WPU ഓഫർ വന്നു, പക്ഷെ നമ്മുടെ ഓർഗനൈസേഷൻ മാത്രം അതിന് വലിയ പ്രയോറിറ്റി കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ വരുമാനം ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത് അല്ലെ. നമുക്കറിയാം WPUവിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യാമെന്നല്ല നമുക്ക് വരുമാനത്തിൽ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് വരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ WPV അല്ല, നമുക്ക് ആക്ച്വൽ PVയിൽ തന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് പിന്നുകൾ ക്വാളിഫൈ ചെയ്യണം. അതിന് ലാസ്റ്റ് വരെ കാത്തിരിക്കാതെ, ഞാൻ ഉൾപ്പെടെ ആദ്യമൊക്കെ ക്വാളിഫൈ ചെയ്യുന്നത് സാറ് എപ്പോഴും പറയും എന്താ പറയാ ലാസ്റ്റ് ദിവസം ഷട്ടറിന്റെ അടിയിൽ കൂടെ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ മാസം ദൈവം സഹായിച്ച് 14-ാം തീയതി തന്നെ നമുക്ക് ഒരു ബ്രോൺസ് ഡയറക്ടറെയും അതുപോലെ തന്നെ പിന്നെ എനിക്കും കാർഫണ്ട് അച്ചീവറിന്റെ ആ ഒരു ക്വാളിഫിക്കേഷനും ഒക്കെ എനിക്കും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും ആദ്യം ഇന്നൊന്നാണ്. അപ്പോ ഇന്നത്തെ കാര്യം ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാളെ തൊട്ട് നമ്മളുടെ വിന്നിംഗ് ടീമിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യുക, നാളെ ചെയ്യാനുള്ള ഇന്ന് ചെയ്യുക. നിങ്ങളും ആ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മാസീവ് സക്സസ് ഇവിടെ കാത്തിരിപ്പുണ്ട് നിങ്ങളെ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകുക.
നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങളും നിങ്ങളുടെ നാട്ടിലെ വലിയൊരു റിച്ച് ആകാനും അതിലുപരി നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കാനും ഒക്കെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു ഭീമ മാഡം. ഭീമയുടെ എക്സ്പീരിയൻസ് നേരത്തെ രാജേഷേട്ടൻ പറഞ്ഞ പോലെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഭീമ ആക്ച്വലി എന്തെങ്കിലും ആയതും പിന്നത്തെ 1 വർഷം കൊണ്ടാണ് എല്ലാം നേടിയത്. ഓക്കെ, ആ എക്സ്പീരിയൻസിലുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ശമന ടീച്ചർ പറഞ്ഞ അപ്ലൈൻ എന്നെ ജോയിൻ ചെയ്യിപ്പിച്ച് പോയ ആ അപ്ലൈനെ കാണാൻ വേണ്ടി 5000 രൂപ പെട്രോൾ അടിച്ചിട്ട് ഞാനും മനോജ് സാറിനോട് പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു. ആ അപ്ലൈനാണ് ശമന ടീച്ചർ ഇതിൽ കൊണ്ടുവന്നത്. അവർക്ക് ഇതിൽ വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 100% സപ്പോർട്ട് കൊടുക്കാൻ ഞങ്ങളും ഭീമാമ്മയുടെ എല്ലാം റെഡിയാണ്. ഇന്ന് തന്നെ ഭീമാമ്മയുടെ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം ഒരു നല്ലൊരു ടീം അവർക്ക് ഓൾറെഡി ഉണ്ട്. ഓട്ടോമാറ്റിക്കലി 30,000 വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ടീം അവരെ താഴെയുണ്ട്. അത് അവർക്ക് വിജയിക്കാൻ സാധിക്കും. ഞാൻ ഇതിന് ശേഷം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എൻ്റെ കൂടെ വന്ന് നിർത്തിപ്പോയ ആൾക്കാരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇതുവഴി ഒന്ന് കടന്നു പോയാൽ 40,000 രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവഴി ഒന്ന് വെറുതെ പോയാൽ 40,000 വരുമാനം വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ? വെറുതെ ഇതിലൂടെ വെസ്റ്റ് നമ്മൾ മീറ്റിംഗ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾ വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെ പറയാം, എനിക്ക് ആരെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും ആൾക്കാർ താഴെയുണ്ട്. 17,000 PV അവരുടെ ടീമിൽ ഒരു മാസം വരുന്നുണ്ട്. അവരെ പറഞ്ഞ് എനിക്ക് ആരെയും കിട്ടുന്നില്ല. എനിവേ അവർ വരാൻ താല്പര്യമുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഇപ്പം ഞാൻ ഈ മീറ്റിംഗ് കേട്ടോണ്ട് നിങ്ങളൊക്കെ സംസാരം കേട്ടോണ്ടിരിക്കും, സ്പീച്ച് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് 4-5 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. ഈ മാസം 10-ാം തീയതി എനിക്ക് വരുമാനം വരുമോ? ഒരാൾ മെസ്സേജ് അയച്ചു, ഈ ഷാമ്പു എങ്ങനെ ഉപയോഗിക്കേണ്ടത്. ഞാൻ അവരോട് വെച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ് വെച്ചു? ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചു. നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ഒന്നും ബാധകമല്ലേ? അവരിതൊന്നും അറിയില്ല. ഗ്രൂപ്പിൽ വരുന്ന മീറ്റിങ്ങിന് ലിങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കയറാൻ അവർക്ക് ബാധകമല്ല. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും 10-ാം തീയതി ഇൻകം വരുമോ, ഈ ഷാമ്പു എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഹെയർ ഓയിൽ എങ്ങനെ ഉപയോഗിക്കേണ്ടത്. ഒരു 5-6 പേര് എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചു. ഞാൻ അവിടെ മെസ്സേജ് അയച്ചിരിക്കുന്നത്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണോ, എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ മീറ്റിങ്ങിൽ കാണുമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ റിപ്ലൈ കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മുടെ ഫാമിലി മീറ്റാണ്, എല്ലാ ചൊവ്വാഴ്ചയും ഫാമിലി മീറ്റിംഗ് നടക്കാറുണ്ട്. ആ സമയത്ത് പോലും ആ ഗ്രൂപ്പിൽ ഇത്രയും പ്രൊമോഷൻ നടന്നിട്ട് പോലും നമ്മുടെ ആൾക്കാർ ഇതിൽ വരാൻ തയ്യാറല്ല, ഒന്നും ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും വരുമാനം ആഗ്രഹമുണ്ട്, വിജയിക്കണം, ജീവിതത്തിൽ രക്ഷപ്പെടണം, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം, എല്ലാം വേണം. പക്ഷെ ഒന്നും ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് കുറച്ച് മുന്നേ എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലീഡർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെസ്റ്റീജിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതാണ്, വെസ്റ്റീജ് നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റാണ്, പക്ഷെ അതിൽ പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. ഞാൻ പണിയെടുക്കാതെ പൈസ കിട്ടുന്ന ബിസിനസ്സായി ചെയ്യുന്നു വെച്ചു. ഞാൻ എന്താ കക്കാൻ പോകാമെന്ന് വെച്ചു. പറഞ്ഞു, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല, ചെയ്യുന്നത് അത് തന്നെയായിരുന്നു. നാട്ടുകാരുടെ പൈസ വാങ്ങിച്ചിട്ട് 27,000 കൊടുത്ത് ജോയിൻ ചെയ്യാം, വീട്ടിൽ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുന്നത്. ഞാൻ അതന്നെ ഞാൻ പറഞ്ഞ കക്കാൻ പോകാണെന്നുള്ളത്. നാട്ടുകാരുടെ പൈസ വാങ്ങിക്കുക, വെറുതെ ഇരുന്നാൽ പൈസ കിട്ടും. എനിക്കതിന് താല്പര്യമില്ല. ഞാൻ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നത് പണിയെടുത്താലുള്ള പൈസക്ക് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെയുള്ള കമ്പനിയാണ്, അതിലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ബിസിനസ്സാണ് പോലും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സാണ് വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമെന്നുള്ളത്. മനസ്സിലായില്ല? ഇപ്പോൾ നമ്മളെല്ലാ ആൾക്കാരും പെട്ടുപോകുന്നതും ഈ ഒരു കാര്യത്തിൽ. മലയാളികൾ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? പണിയെടുക്കാതെ ആരെയും പറ്റിച്ചാലും കുഴപ്പമില്ല. അവർ പറയുന്ന മോട്ടിവേഷൻ അത് തന്നെയാണ്, തൽക്കാലം നമുക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കാം, പിന്നെ കമ്പനി പൂട്ടിയാലും പ്രശ്നമില്ലെന്ന് പറയുന്നത്. ഓരോ ലീഡേഴ്സ് പറയുന്ന വാക്കുകൾ അത് കേട്ടിട്ട് നമ്മൾ ആൾക്കാർ വീണ് പോവാണ്. 100% നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും, നിങ്ങളുടെ മക്കളുടെ ജീവിതകാലം മുഴുവനും വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന, പണിയെടുത്തുകൊണ്ടുള്ള വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെസ്റ്റീജിനെ പോലൊരു കമ്പനി ഇനി ഇന്ത്യയിലില്ല. 100% നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൽ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഓർഗനൈസേഷൻ റെഡിയാണ്. ഇത്രയും സിമ്പിളായിട്ട് വെസ്റ്റീജിൽ ബിസിനസ് വിജയിക്കാൻ പറ്റുന്ന വേറൊരു ഓർഗനൈസേഷൻ ഇന്ന് ഇന്ത്യയിൽ ഇല്ല. കാരണം എല്ലാ ഓർഗനൈസേഷനിലും നല്ല എക്സ്പെൻസ് ഉണ്ട് ബിസിനസ് ചെയ്യാൻ. പുറത്തിറങ്ങി വർക്ക് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടും, ആരോഗ്യം കുറേ നഷ്ടപ്പെടുന്നുണ്ടാവും, ഒരുപാട് റിസ്ക്കുകളുണ്ട്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ ഓഫാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും ഉണ്ട്. അതിന് പോലും പിശുക്ക് കാണിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നേരത്തെ ശമന ടീച്ചർ പറഞ്ഞ പോലെ 50 രൂപയുടെ തിരൂർ പ്രോഗ്രാം ടിക്കറ്റ് എടുക്കുമ്പം അവിടെ എന്താണ് ഭക്ഷണം കിട്ടുക, ഇത് ആരാണ് ഉണ്ടാക്കുന്നത് ചോദിച്ച് ടെൻഷൻ അടിച്ച് ഉറങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ട്. 5-ാം തീയതി വരെ ഉറങ്ങാതിരിക്കുക. ഈ 50 രൂപക്ക് അവിടെ നിന്ന് എന്താണ് തിന്നാൻ കിട്ടുക എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശമന ടീച്ചറുടെ സ്റ്റാർട്ടിങ് പറഞ്ഞു, നിങ്ങൾ കൂടെ ആരും വരുന്നില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു 10 ടിക്കറ്റ് എടുത്ത് വെച്ചോളൂ, അതിന് ആളായിക്കോളൂ എന്ന് പറഞ്ഞു. ശമന ടീച്ചർ അന്ന് തന്നെ 10 ടിക്കറ്റ് എടുത്ത് വെച്ചു. അന്ന് തന്നെ 10 ടിക്കറ്റിൻ്റെ ആളായി. വീണ്ടും 7 ടിക്കറ്റ് എടുത്തു, അതിനും ആളായിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും 15 ടിക്കറ്റ് കിടക്കുകയാണ്. ഞാൻ ഓരോ പ്രാവശ്യം 10 ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. ഇനി ആർക്കെങ്കിലും തിരൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലക്കാർക്ക് മാത്രമല്ല, കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും പാലക്കാടും എവിടെയുള്ള ആൾക്കാർക്കും പങ്കെടുക്കാം. ട്രെയിൻ കയറി തിരൂർ സ്റ്റേഷനിൽ ഇറങ്ങി, അടുത്താണ് പ്രോഗ്രാം.
ആ പ്രോഗ്രാം നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് മാത്രം തിരൂർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഫിസിക്കൽ പ്രോഗ്രാം വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വലിയൊരു ട്രെയിനിങ് വരുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലകൾ ആരും ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാം, ഫിസിക്കൽ പ്രോഗ്രാം, ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ടു ഫംഗ്ഷനാണ് നമ്മുടെ ബിസിനസ് സക്സസ്. അത് മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അവിടെ ഒരു 50 രൂപ ചിലവായി കഴിഞ്ഞാൽ ഇന്ന് 50 രൂപക്ക് മീൻകാരൻ പോലും വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തൂല. ശരിയല്ലേ? മീൻകാരൻ പോലും നിർത്താതില്ല 50 രൂപക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ നിർത്തൂല. ആ ഒരു സമയത്താണ് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ബിസിനസ്സിൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കുന്ന പൈസക്ക് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഹൈദരാബാദ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഏകദേശം 10,000 രൂപ ചിലവാണ് ഹൈദരാബാദ് FR അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ടീം വീണ്ടും ഹൈദരാബാദിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പോകണം. 3 FR ഈ പ്രാവശ്യം ഈ 2 മാസം കൊണ്ട്, മാർച്ച് ഏപ്രിൽ മാസം കൊണ്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ അവരൊരു ഏകദേശം 35,000-40,000 ചിലവാക്കിയിട്ടാണ് ഈ 3 പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അവർക്ക് ഒരു പിശുക്കും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ആ അറ്റൻഡ് ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് 1 ലക്ഷം രൂപ വരുമാനത്തിലായിട്ടുണ്ട്. കഴിഞ്ഞ FR അറ്റൻഡ് ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് UCD ആയി മാറിയിട്ടുണ്ട്, ക്രൗൺ ഡയറക്ടറായി മാറിയിട്ടുണ്ട്, ഡയമണ്ട് ഡയറക്ടറായി മാറിയിട്ടുണ്ട്. സുഷിതയുടെ ഫ്രണ്ട് പോലും ക്രൗണായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ FR അറ്റൻഡ് ചെയ്ത ലേഡിയായിരുന്നു. അന്നേരം സിൽവർ ഡയറക്ടറായിട്ട് അവിടെ വന്ന ലേഡിയാണ്. ഇന്ന് അവർ ക്രൗൺ ഡയറക്ടറായി മാറിയിട്ടുണ്ട്. ആ ഒരു FR എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പ്ലേ ചെയ്ത ആ വീഡിയോ അതായിരുന്നു. അവിടെ കിട്ടുന്ന സെലിബ്രേഷൻ അത് വലിയൊരു സംഭവമാണ്. 7,000 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. ഒരു പോലീസിൻ്റെയും സഹായമില്ലാതെ അത്രയ്ക്കും ഡിസിപ്ലിനോടുകൂടി ആ 7,000 പേര് അവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഒരു പ്രോബ്ലംസും ഇല്ലാതെ അവിടെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് 2 കഴിഞ്ഞു. ഈ വർഷത്തെ ലാസ്റ്റ് കലാശക്കൊട്ടാണ് ഏപ്രിൽ 19, 20, 21. ഞാൻ നിങ്ങളെല്ലാവരെയും അവിടെ പോകാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഇതിലെ എല്ലാ ലീഡേഴ്സിനും, മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സൊക്കെ, പ്രത്യേകിച്ച് എക്സ്പെഷ്യലി ഭീമാ മാഡത്തിനൊക്കെ അവിടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. FR എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ശമന ടീച്ചറൊക്കെ ഞാൻ പ്രതീക്ഷിക്കാം. ശമന ടീച്ചർ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഞാൻ റെഡിയാന്ന് പറഞ്ഞു, പോകാൻ റെഡിയാണ്, ഹൈദരാബാദ് പോകാൻ റെഡിയാന്ന് പറഞ്ഞ്. ഇനി അത് അവർ പോവാതിരിക്കുകയാണെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്കാണ്, നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വർഷം ഡിസംബർ ആകുമ്പം DUCD അല്ല UCD എങ്കിൽ നിങ്ങൾക്ക് ആവാൻ സാധിക്കുന്നുണ്ടാവും. അവിടെ കുറേ ലീഡേഴ്സിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഭീമാ മാഡം എന്ത് വന്നാലും ഇന്ന് സാബുക്കോട് പറഞ്ഞ് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ആക്കണം. ഒരു ടൂർ, ഹൈദരാബാദ് ടൂറായി കരുതിയാൽ മതി, 3 ദിവസത്തെ പ്രോഗ്രാം. അതുപോലെ ശമന ടീച്ചർ പോകുന്നുണ്ട്. രേഖ മേഘം ഓൾറെഡി രേഖ ചേച്ചി ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്ത് വെച്ചതാണ്. രേഖ ചേച്ചി ഓൾറെഡി ടിക്കറ്റ് അന്നേ എടുത്തു വെച്ചിട്ടുണ്ട്. വിനോദ് സാർ ഓൾറെഡി ആയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് അതിന് പോകാൻ തയ്യാറാവും. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വിളിക്കുകയാണ്, നമുക്കൊരു മൂന്നാർ പോവാം, അല്ലെങ്കിൽ തേക്കടി പോവാം, അല്ലെങ്കിൽ ഗോവ പോവാന്ന് ട്രിപ്പിന് വിളിച്ചു കഴിഞ്ഞാൽ ജോലി ലീവ് എടുത്തിട്ട് ഒരാഴ്ചത്തെ ട്രിപ്പിന് പോകുന്ന ആൾക്കാരെങ്കിലും എല്ലാവരും 10,000 രൂപ എന്ത് വന്നാലും ചിലവാകും. അതിനൊരു മടിയുണ്ടാവില്ല. പക്ഷേ ഈ ബിസിനസ് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന സുരേന്ദ്രൻ ചേട്ടനെ പോലെ ആൾക്കാരൊക്കെ ആ പ്രോഗ്രാമിൽ ഉണ്ടാവുമെന്ന്. അതുപോലെ വിനോദ് സാറിൻ്റെ ടീമിൽ നിന്ന് സഫൂറ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ, രാജേഷ് ചേട്ടൻ പറ്റുമെങ്കിൽ ഫാമിലിയോടെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ്. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രാജേഷ് ചേട്ടൻ ഈ വർഷം തന്നെ ക്രൗൺ ഡയറക്ടറായിട്ടുണ്ടാവും. അത്രയ്ക്കും സാധ്യത അതിനകത്തുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു പ്രോഗ്രാം FR എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ ലൈഫ് മാറ്റിമറിയും. ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്താണ് എൻ്റെ ടീമിൽ കാർഫണ്ട് അച്ചീവർ ഉണ്ടായതും ഭീമാ മാഡത്തിനൊക്കെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചത്. അവിടെ പഠിച്ച ട്രെയിനിങ് ആണ്. കർഷകൻ, നിലമുഴുകുന്ന കർഷകൻ 8 ലക്ഷം രൂപ വരുമാനമായിട്ട് ഒരൊറ്റ വർഷം കൊണ്ട് 8 ലക്ഷം രൂപ വരുമാനമാക്കിയ വ്യക്തിയാണ് ഒരു കർഷകൻ, ആഞ്ചലേയ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ആ ലെവലിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത് ആ പ്രോഗ്രാമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിങ്ങൾ അപ്ലയൻസിൽ അറിയിക്കുക. ഞാൻ FRന് പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും രാത്രി 1 മണിക്കൂർ കഴിയുമ്പോൾ ഭീമാ മാഡത്തിൻ്റെ മെസ്സേജ് എനിക്ക് വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനും സാബുക്കും കൂടെ ആ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. ശമന ടീച്ചറിൻ്റെ മെസ്സേജ് പ്രതീക്ഷിക്കുന്നു. ഞാനും ഒക്കെയും കൂടെ ആ പ്രോഗ്രാം പങ്കെടുക്കുന്നുണ്ട്. ഹൈദരാബാദ് അതിന് തൊട്ടടുത്തൊരു റൂം എടുക്കുക. അവിടെ എല്ലാ റൂമും ബുക്ക് ചെയ്യാൻ സാധിക്കും. ടിക്കറ്റ് ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് മനോജ് സാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ലീഡേഴ്സൊക്കെ ഒരു ട്രെയിൻ ബോഗി അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. ഇതിലുള്ള പല ആൾക്കാരും ആ പ്രോഗ്രാമിനുണ്ടാവും. അടുത്ത വർഷം നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം പങ്കെടുക്കണമെങ്കിൽ ഹൈദരാബാദ് FR നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കാൻ പറ്റും. കേരളത്തിലെ നമ്മുടെ ടീമിലെ UCDയും DUCDമാരുള്ള ഒരു FR കേരളത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലൊരു തീരുമാനം എടുത്ത് എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഒരു ഫാമിലി മീറ്റ് നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു ഉപകാരമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ചത്തെ ഫാമിലി മീറ്റിൽ നമുക്കൊരു 100 പേരെ പങ്കെടുപ്പിക്കണം. പ്രൊമോഷൻ വളരെ കുറവാണ്. ആൾക്കാർ അതിനു പോലും പിശി കാണിക്കുന്ന ലീഡേഴ്സാണ്. പ്രൊമോഷൻ ചെയ്യാൻ മടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് 100 അല്ല ഹൗസ്ഫുൾ സെഷൻ ആക്കാൻ പറ്റുന്നതാണ് ഈ പ്രോഗ്രാം. പക്ഷേ എന്തോ മടി, ഒരു മാസത്തെ ആ ഒരു
റംസാൻ മാസത്തിലുണ്ടായ മടി ആർക്കും ഇപ്പോഴും ക്ഷീണം മാറിയിട്ടില്ല. ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നമ്മുടെ മോർണിംഗ് CP, നാളെ വിനിയൻ ടീമിൻ്റെ CP ആണ്, ഭരതേട്ടനും ജ്യോതി സാറുള്ള CP ആണ്, അതിലേക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ പ്ലാൻ പ്രസൻറ്റേഷൻ ഉണ്ട്, വൈകുന്നേരം 9 മണിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. അത് ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല, ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും 9 മണിക്കും പ്രസൻറ്റേഷൻ ഉണ്ട്. നിങ്ങൾ പുതിയ വ്യക്തികളെ അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനത് പ്രോസ്പെക്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം തൊട്ടിട്ട്. എനിക്ക് കഴിഞ്ഞ മാർച്ച് മാസം 46 ജോയിനിങ് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം അതിലൊരു 10 കൂടുതലാക്കും, ഒരു 50-ൽ കൂടുതൽ ജോയിനിങ് ഇപ്രാവശ്യം ഞാൻ ഏപ്രിലാക്കുന്നുണ്ട്. ഞാൻ 100% എനിക്ക് എൻ്റെ ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ. എനിക്ക് ഒരു നല്ല ഹയർ ലെവലിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. കൂടെ നിൽക്കാൻ നിങ്ങളെല്ലാവരും റെഡിയാണെങ്കിൽ നാളത്തെ 2 മണിൻ്റെ പ്ലാനിൽ നിങ്ങളുടെ ഒരാളെങ്കിലും ഉണ്ടാവാൻ വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. 5 മണിയുടെ പ്ലാനിലും അതായത് വൈകുന്നേരത്തെ പ്ലാനിലും നിങ്ങളുടെ ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സ്ട്രോങ് ആയിട്ട് നമ്മളെ ടീമിനോടൊപ്പം നിൽക്കുക. ഓൺലൈനിലൂടെ ഒരു കംഫർട്ട് സോൺ നമുക്ക് അവിടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ വേറെ എവിടെയും പുറത്ത് പോയാതെ അധ്വാനിക്കാതെ തന്നെ നമുക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതിന് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തിരുന്നുണ്ടാവും. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.